ഹായ് ഗായ്സ്, ഒരു അപ്ഡേറ്റ് തരാൻ വന്നതാണ്. കഴിഞ്ഞ 23 ഡേയ്സ് ആയിട്ട് ഞാൻ ജ്യൂസ് സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ജ്യൂസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ്ഡ് ആയപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണമെന്നാണ്. പക്ഷെ ഭയങ്കര വണ്ണമുള്ളവർ ഈ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കഴിക്കാവുന്നതാണ്. ഫ്രൂട്ട് ജ്യൂസുകൾ, ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ജ്യൂസ് ഫോമിൽ കുടിക്കാവുന്നതാണ്. പക്ഷെ സ്ട്രെയിൻ ചെയ്യരുത്, അരിക്കാതെ വേണം കുടിക്കാൻ. ആ ഫൈബർ ഒക്കെ അതിൽ തന്നെ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വണ്ണം ഉറപ്പായിട്ടും കുറയും. കാരണം ഞാൻ അതിന് പ്രൂഫാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു ഗ്ലോയിങ് സ്കിൻ കിട്ടും. ഇപ്പോൾ ഞാൻ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല, നാച്ചുറൽ സ്കിന്നാണ്, നാച്ചുറൽ കളറാണ്. ഓക്കെ, അപ്പം എനിക്ക് തന്നെ മനസ്സിലായി നല്ലൊരു ഇതാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ വണ്ണം കുറയ്ക്കരുത് അല്ലെങ്കിൽ വണ്ണം കുറയണ്ട എന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും ഈ സാധനം രാവിലെ കുടിക്കരുത്. നിങ്ങൾക്ക് ഗ്ലോയിങ് സ്കിന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പേ ചെയ്യരുത്. അത് കഴിഞ്ഞിട്ടൊരു 11 മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 4 മണി 5 മണി ആ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഈ ഫ്രൂട്ട് ജ്യൂസുകൾ കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെജിറ്റബിൾ ജ്യൂസുകളാണ് കൂടുതലും കുടിക്കാനായിട്ട് നല്ലത്. അപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ ഗ്ലോയിങ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 11 മണി 4 മണി 5 മണി ആ ഒരു ടൈമിൽ കുടിക്കുക. അതല്ല നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ജ്യൂസ് കുടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കാണും. ആൻഡ് എന്നെ സംബന്ധിച്ച് എനിക്ക് 60-ൽ നിന്ന് ഞാൻ 55 ആക്കിയായിരുന്നു. ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചു നല്ലപോലെ. രാവിലെ ഞാൻ ജ്യൂസ് ഒന്നും കുടിച്ചില്ല. കാരണം എനിക്കിനി വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകുമെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഇപ്പോൾ ഓക്കെയാണ്. കുറെ പേര് ഇപ്പോഴും ഈ ഒരു വണ്ണത്തിനോട് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരും എൻ്റെ വീട്ടുകാരാണെങ്കിലും ഹസ്ബൻഡിന്റെ വീട്ടുകാരാണെങ്കിലും അയ്യോ കോലം കെട്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടന്നെ കുറെ ചീത്ത വിളിയാണ്. പക്ഷെ ഞാനതൊന്നും കാര്യമായിട്ട് എടുക്കത്തില്ല. ഞാൻ ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവിടെ കളയും. പക്ഷെ എനിക്ക് മനസ്സിലായി ഇനി കുറയുവാണെങ്കിൽ ഞാൻ കോലായി പോകും. അപ്പം കഷ്ടപ്പെട്ടാണ് ഞാൻ വണ്ണം വെച്ചത്. അപ്പോൾ ഇച്ചിരി അത്യാവശ്യം നല്ല രീതിക്ക് വണ്ണം ആയപ്പം ഇച്ചിരി കുറച്ചു. ഇനി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ഇനി രാവിലെ അല്ല ചെയ്യാൻ പോകുന്നത്. ഒന്നെങ്കിൽ 11 മണി ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഇച്ചിരി വണ്ണമൊക്കെ കൂട്ടി എന്നാൽ ഷേപ്പിലിരിക്കാം എന്നുള്ള കൈൻഡ് ഓഫ് വീഡിയോസ് ആയിരിക്കും ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ജ്യൂസ് സീരീസ് ഓഫ് കോഴ്സ് ഗ്ലോയിങ് സ്കിൻ വേണം, അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. ടൈമിംഗ് കുറച്ച് മാറ്റമുണ്ട്. പിന്നെ എൻ്റെ വർക്ക്ഔട്ട് വീഡിയോസ് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ണം അത്യാവശ്യം വേണ്ടവർക്കും വണ്ണം കുറയ്ക്കേണ്ടവർക്കും എല്ലാവർക്കും പറ്റിയ ടൈപ്പ് ഓഫ് വർക്ക്ഔട്ട്സുകളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ തന്നെ എക്സ്പെരിമെന്റ് ചെയ്യുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പം എനിക്ക് തന്നെ കുറേ ബെനിഫിറ്റ്സ് എൻ്റെ അടുത്ത് ഇഫക്റ്റീവായിട്ട് തോന്നിയതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇന്ന് 5th ഡേ ആണ്. അപ്പം എനിക്ക് ഭയങ്കര പെയിൻ ആണ് കേട്ടോ. ലെഗ്സ് രണ്ടും ഓൺ ഫയർ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ. അപ്പം എന്താണെങ്കിലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം താങ്ക് യു.